2026 മാർച്ച് 17 സിറാജ് എഡിറ്റോറിയൽ. ദേശീയ മോഹങ്ങളും പ്രാദേശിക കരുത്തും ഏറ്റുമുട്ടുമ്പോൾ 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഏറെക്കാലമായി ദേശീയതലത്തിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയധാരയിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികൾ ഭരണം നടത്തുന്നവയാണ് ഈ സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടെ ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രാഷ്ട്രീയ ആധിപത്യം നേടിയ ബിജെപിക്ക് ഈ 3 സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുന്നതിനാൽ അധികാരത്തിനു പുറത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ബിജെപിക്ക് ബാലികേറാമലയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുന്ന കേരളം. സംസ്ഥാനത്ത് 3ാം ശക്തിയെന്ന നിലയിൽ വേരോട്ടമുണ്ടാക്കാൻ അവർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടില്ല. മതേതര രാഷ്ട്രീയത്തിൽ അടിയുറച്ച വോട്ടർമാരും സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും കേരളത്തിന്റെ സവിശേഷതയാണ്. സ്ഥിരം വർഗീയ അജണ്ടകളുമായി രംഗത്ത് വരുന്ന ബിജെപിക്ക് സംസ്ഥാനത്തിന്റെ സവിശേഷമായ സാമൂഹിക ഘടനയും മതേതര പാരമ്പര്യവും തകർക്കുക അത്ര എളുപ്പമല്ലെന്ന് മുൻ തിരഞ്ഞെടുപ്പുകൾ ബോധ്യപ്പെടുത്തി. ശബരിമല വിഷയത്തിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതൽ കേന്ദ്ര വികസന പദ്ധതികൾ വരെ ഉയർത്തിക്കാട്ടിയാണ് അവർ വോട്ട് തേടുന്നത്. LDFിന്റെ ഭരണത്തുടർച്ചാ മോഹവും UDFിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷയും കൂടിയാകുമ്പോൾ ശക്തമായ മത്സരത്തിനായിരിക്കും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തമിഴ്നാട്ടിൽ ദേശീയ രാഷ്ട്രീയത്തിന് എപ്പോഴും 2ാം സ്ഥാനമേയുള്ളൂ. പ്രാദേശിക ഭാഷയും സംസ്കാരവും സാമൂഹിക നീതിയും ആസ്പദമാക്കിയുള്ള രാഷ്ട്രീയ ധാരകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയം നിർണയിച്ചു വരുന്നത്. BJP ഉൾപ്പെടെ ദേശീയ പാർട്ടികൾക്ക് ഇവിടെ സ്വാധീനം നേടാൻ കഴിയാത്തതും അധികാരത്തിനു പുറത്ത് നിൽക്കേണ്ടി വരുന്നതും ഇതുകൊണ്ടാണ്. BJPയുടെ ഹിന്ദുസ്ഥാൻ രാഷ്ട്രീയത്തിനെ തമിഴ് വികാരം ഉയർത്തിപ്പിടിച്ചാണ് ദ്രാവിഡ കക്ഷികൾ നേരിടുന്നത്. പ്രാദേശിക സ്വാഭിമാനവും കേന്ദ്ര രാഷ്ട്രീയവും തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ് ഇവിടെ നിയമസഭ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ. സിനിമാ പ്രേക്ഷകരിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകവും TVK കൂടി മാറ്റുരയ്ക്കുന്നുവെന്നത് ഇത്തവണ തമിഴ്നാട് തിരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ദീർഘകാലം ഇടതുപക്ഷത്തിനും പിന്നീട് പ്രാദേശിക ശക്തിയായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഉയർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് സ്വാധീനമുറപ്പിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കടുപ്പം വർദ്ധിപ്പിക്കുന്നു. മമതാ ബാനർജിയുടെ വ്യക്തിപ്രഭാവവും BJPയുടെ കേന്ദ്ര അധികാരശക്തിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ബംഗാളിൽ നടക്കാനിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥ കൂടി ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നതായിരിക്കും ഈ 3 സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. കേന്ദ്രവിഹിതം നൽകുന്നതിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനം, ഗവർണർമാരുടെ ഇടപെടൽ, കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റം, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളും ഫെഡറൽ ഘടനയുടെ ആത്മാവിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും സംസ്ഥാനങ്ങളുടെ ഭരണ സ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ചകളും തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായേക്കും. വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ജാതി മത ധ്രുവീകരണ ശ്രമങ്ങൾക്കും പകരം ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഉയർന്നു വരേണ്ടത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ഇറാൻ അമേരിക്ക യുദ്ധത്തെ തുടർന്ന് ഇന്ധന മേഖലയിൽ ഉടലെടുത്ത പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന പണാധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പുകളും നേരിടുന്ന മുഖ്യ വെല്ലുവിളി. വോട്ടർമാരുടെ സമ്മതിദാനാവകാശത്തെ കേവലമൊരു ചരക്കാക്കി വിലപേശുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും കോർപ്പറേറ്റ് ശക്തികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് വൻ ഭീഷണിയായി മാറിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ പരിപാടികൾ വരെ കോടികൾ ഒഴുകുന്ന വൻ ബിസിനസ്സായി മാറിയിരിക്കുന്നു.
ഇലക്ടറൽ ബോണ്ടുകളും കള്ളപ്പണത്തിന്റെ ഒഴുക്കും രാഷ്ട്രീയ ധാർമ്മികതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിരീക്ഷണവും നടപടികളും ആവശ്യമാണ്. പണമൊഴുക്കി ജനവിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ തകരും. വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുകയും തിരഞ്ഞെടുപ്പുകളിലെ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയും സ്വതന്ത്ര സ്വഭാവവും കാത്തുസൂക്ഷിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ്.